നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം പുടിനുമായി ഉന്നതതല ചർച്ചയ്ക്കുള്ള സാഹചര്യം അനുകൂലമായിട്ടില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ. റഷ്യയുമായി വീണ്ടും ചർച്ചകൾ നടത്തണമെന്ന് ഫ്രാൻസും ഇറ്റലിയും അടുത്തിടെ അഭ്യർത്ഥിച്ചിരുന്നു. പുടിനുമായി ചർച്ചകൾ നടത്തേണ്ടതുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ സൂചനകളൊന്നും ലഭ്യമായില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ പുടിനിൽ നിന്ന് ചർച്ച നടത്താനായുള്ള അനുകൂല സൂചനകളൊന്നും ലഭിക്കുന്നില്ല. AFPക്ക് നൽകിയ അഭിമുഖത്തിൽ യൂറോപ്യൻ യൂണിയൻ വക്താവ് പൗലോ പിനോ പറഞ്ഞു. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില ചർച്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇനിയും അവിടേക്ക് എത്തിയിട്ടില്ല, അവർ കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ യൂണിയന് റഷ്യയുമായി ഉന്നതതല സംഭാഷണം പുനരാരംഭിക്കാനുള്ള സമയം വന്നിരിക്കുന്നുവെന്നും യുക്രൈനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഒരു പ്രത്യേക പ്രതിനിധിയെ നിയമിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. റഷ്യയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള വഴി വരുന്ന ആഴ്ചകളിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഡിസംബറിൽ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളിൽ യൂറോപ്പ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ട് യൂറോപ്യൻ നേതാക്കളിൽ നിന്നുള്ള ഈ അഭ്യർത്ഥനകൾ വരുന്നത്. പുടിനുമായി ട്രംപ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ US പ്രതിനിധികൾ റഷ്യൻ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുമായി ചേർന്നുകൊണ്ട് തന്നെ യുക്രൈന് കൂടുതൽ സ്വീകാര്യമായ പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് യൂറോപ്പും യുക്രൈനും. യൂറോപ്യൻ യൂണിയൻ പുടിനുമായി നേരിട്ട് സംവദിക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമത്തിനും കിഴക്കൻ അതിർത്തിയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് നേരിടേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയുമായി വീണ്ടും സഹകരിക്കുന്നതിൽ ഇപ്പോഴും ശക്തമായ വിമുഖത കാണിക്കുന്നവരാണിവർ. ഇറാനുമായി വ്യാപാരമുള്ള രാജ്യങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യവും US-മായി നടത്തുന്ന ഏതൊരു ബിസിനസിനും 25% തീരുവ നൽകേണ്ടി വരുമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ഈ ഉത്തരവ് അന്തിമവും നിർണായകവുമാണെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതുടൻ പ്രാബല്യത്തിൽ വരുമെന്നും ഈ ഉത്തരവ് അന്തിമവും നിർണായകവുമാണെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഇറാനെതിരെ ശക്തമായ നടപടി ആലോചിക്കുന്നതായി ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനായി തീരുവ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. ഇറാനുമായി വ്യാപാര പങ്കാളിത്തമുള്ള ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളെയെല്ലാം ബാധിക്കുന്നതാണ് US-ന്റെ പുതിയ നടപടി. ഇറാനെതിരെ ട്രംപ് ഭരണകൂടം സൈനിക നടപടി ആലോചിക്കുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായത്. അതേസമയം ഇറാനെതിരെ പരിഗണനയിലുള്ള നിരവധി ഓപ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് വ്യോമാക്രമണമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലിവിറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കറൻസിയുടെ മൂല്യമിടിഞ്ഞതും സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധിയും കാരണമാണ് ഇറാനിൽ പൊതുജന പ്രക്ഷോഭം ഉടലെടുത്തത്. പിന്നാലെ ഇത് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിക്കെതിരെ പ്രക്ഷോഭം ശക്തമായതോടെ പ്രതിഷേധക്കാരെ ഭരണകൂടം അടിച്ചമർത്താനും തുടങ്ങി. ആഴ്ചകളായി തുടരുന്ന പ്രക്ഷോഭത്തിൽ ഇറാനിൽ ഇതുവരെ 600ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെയാണ് പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നത് തുടർന്നാൽ ഇറാനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രംപ് സ്വന്തം രാജ്യത്തെ കാര്യം നോക്കിയാൽ മതിയെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. അതേസമയം പ്രക്ഷോഭകരുടെ ആശയവിനിമയ മാർഗങ്ങൾ തകർക്കാൻ ഉപഗ്രഹ സിഗ്നലുകളെ പോലും തടസ്സപ്പെടുത്താൻ ഇറാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധകാലത്തെ എതിരാളികളുടെ വ്യോമമേഖലയിൽ ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്ന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇറാൻ പ്രക്ഷോഭകരെ ലോകത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇത്തരത്തിൽ തടസ്സപ്പെട്ടുവെന്നാണ് വിവരം. ഇന്റർനെറ്റ് വിലക്കിനെ തുടർന്ന് രാജ്യത്ത് ആശയവിനിമയ സൗകര്യങ്ങൾ പരിമിതപ്പെട്ടിരിക്കുന്നതിനിടെയാണ് ഉപഗ്രഹങ്ങളെയും ലക്ഷ്യമിട്ട് നീക്കം തുടങ്ങിയത്. ഇതുകൂടാതെ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ ഇറാൻ കർശനമായ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് ചാരപ്രവർത്തനമായി കണക്കാക്കിയാൽ വധശിക്ഷ വരെ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ. പ്രക്ഷോഭകർക്ക് വധശിക്ഷ നൽകാനാണ് ഭരണകൂടം നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയോളം US-ന് പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമില്ല എന്ന് US സ്ഥാനപതി സെർജിയോ ഗോർ.
ഇന്ത്യയും യുഎസും ജനുവരി 12 മുതൽ വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം യഥാർത്ഥമാണെന്നും പറഞ്ഞ ഗോർ, യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് കൂട്ടിച്ചേർത്തു. As the world adopts new technology, it is essential that India and the United States work hand in hand from the very start of this initiative. I thank the people of India for a very warm welcome. You are resilient people. You are innovative. You are spiritual. I look forward to meeting many of you as I travel across this incredible nation. To the staff here at the embassy, I am excited to work with you. You and I have an incredible once-in-a-lifetime opportunity to redefine diplomacy. What it can accomplish could be the most consequential global partnership of this century. No partner is more essential than India. In the months and years ahead, it is my goal as ambassador to pursue a very ambitious agenda. We will do this as true strategic partners, each bringing strength, respect, and leadership to the table. Thank you, and may God bless the enduring friendship. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം യഥാർത്ഥമാണെന്ന് പറഞ്ഞ ഗോർ, യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു. ട്രംപ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും ഗോർ വ്യക്തമാക്കി. യുഎസ് എംബസിയിലെ ദക്ഷിണ മധ്യ ഏഷ്യയിലെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് ഗോർ. പരസ്പരം പങ്കിടുന്ന താൽപര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ഉന്നത തലത്തിൽ ഊന്നിയ ബന്ധത്തിലും ഇന്ത്യയും യുഎസും ബന്ധപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് വിയോജിക്കാം, പക്ഷേ അവസാനം അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇന്ത്യയിലെ യുഎസ് സ്ഥാനപതിയായി സ്ഥാനമേറ്റ ശേഷം നടത്തിയ പ്രസംഗത്തിൽ ഗോർ പറഞ്ഞു, ഇന്ത്യ യുഎസ് ബന്ധത്തിന് വ്യാപാരം വളരെ പ്രധാനമാണെങ്കിലും സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഊർജം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മറ്റു വളരെ പ്രധാനപ്പെട്ട മേഖലകളിലും ഇരു രാജ്യങ്ങളും അടുത്ത് സഹകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം യഥാർത്ഥമാണെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഗോർ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പങ്കാളിത്തം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് തന്റെ നിയമനത്തിന്റെ ലക്ഷ്യമെന്ന് ഗോർ വ്യക്തമാക്കി. ഇത് ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള സംഗമമാണ്. അദ്ദേഹവുമായുള്ള ഒടുവിലത്തെ അത്താഴവേളയിൽ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിലെ തന്റെ അവസാന സന്ദർശനത്തെക്കുറിച്ചും ഇന്ത്യയിലെ മഹാനായ പ്രധാനമന്ത്രിയുമായുള്ള തന്റെ വലിയ സൗഹൃദങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റ് ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗോർ പറഞ്ഞു. മഹത്തായ അജണ്ട പിന്തുടരാൻ താൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയേക്കാൾ പ്രധാനപ്പെട്ട പങ്കാളിയൊന്നും അമേരിക്കയ്ക്കില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അംബാസിഡർ എന്ന നിലയിൽ ഒരു വലിയ അജണ്ട പിന്തുടരുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുഎസ് വ്യാപാര കരാറിന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കവേ ചർച്ചകൾ പൂർത്തിയാക്കാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗോർ പറഞ്ഞു. ഇന്ത്യ പാക് സിലിക് അലയൻസിൽ അംഗമായിരിക്കുമെന്നും ഗോർ അറിയിച്ചു. പാക് സിലിക് രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പൂർണ്ണ അംഗമായി ഇന്ത്യ ക്ഷണിക്കുന്നതിൽ താൻ സന്തുഷ്ടനാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യുഎസിന്റെ നേതൃത്വത്തിലുള്ള തന്ത്രപ്രധാന സംരംഭമാണ് പാക് സിലിക് അലയൻസ്. I've traveled all over the world with President Trump, and I can attest that his friendship with Prime Minister Modi is real. The United States and India are bound not just by shared interest, but by a relationship anchored at the highest levels. Real friends can disagree, but always resolve their differences in the end. Last week, our great Secretary of State, Marco Rubio, powerfully stated that this year will be a year of reciprocity. We are raising the standard for diplomacy itself. That means fair trade, mutual respect, and shared security. ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ ഇനി ആവശ്യമില്ല. യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ച് ജർമ്മനി. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി ജർമ്മനി. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി മുതൽ ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല. മുൻപ് ജർമ്മൻ എയർപോർട്ടുകൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കണമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ പ്രത്യേക വിസയില്ലാതെ ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനാകും. ജർമ്മനി ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ജർമ്മനി ഈ പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചത്. German government and German authorities have been paying a considerable amount of attention to recently,
And I can tell you that there is, in principle, a decision to exempt Indian nationals from the need for a separate transit visa for travel to other countries from Germany. But I do want to use this opportunity to inform all of you, and through all of you to those who are listening to this or will read about this, that this is something that is in progress. So we should wait for the paperwork in this regard to be completed, for the official announcement to be made, because there are a certain number of internal legal and other processes in Germany that are involved. But we do believe that this decision has in principle been taken, and once it is implemented, it will considerably ease and facilitate the travel of our people and promote people-to-people contact. ഇന്ത്യ ജർമ്മനി സംയുക്ത പ്രസ്താവനയിലാണ് പ്രഖ്യാപനമുള്ളത്. ജനുവരി 12 മുതൽ 13 വരെയുള്ള തീയതികളിൽ ജർമ്മൻ ചാൻസലർ ഫ്രൈഡ്രിച്ച് മേഴ്സിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. മേഴ്സ് ചാൻസലറായ ശേഷം നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനവും ആദ്യ ഏഷ്യ സന്ദർശനവുമാണ് ഇത്. വിസ ഫ്രീ ട്രാൻസിറ്റ് ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഴ്സിനോട് നന്ദി അറിയിച്ചു. ജർമ്മനി പ്രഖ്യാപിച്ച ട്രാൻസിറ്റ് വിസ ഇളവ് ഇന്ത്യൻ അന്താരാഷ്ട്ര യാത്രികർക്ക് യാത്ര കൂടുതൽ സുഗമമാക്കും. കൂടാതെ ഇരു രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ദൃഢമാക്കാൻ സാഹചര്യമൊരുക്കുമെന്ന് ഇരു നേതാക്കളും ആവർത്തിച്ചു. പഠനത്തിനും ഗവേഷണത്തിനും ജോലിക്കുമായി ജർമ്മനിയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്ക് വളരെ വലുതാണ്. ഇതുകൂടി പരിഗണിച്ചാണ് ജർമ്മനി ഇന്ത്യക്കാർക്ക് യാത്രാ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇരു രാജ്യങ്ങളിലും തമ്മിൽ ഒരു സമഗ്ര രൂപരേഖ സൃഷ്ടിക്കുന്നതിന് ധാരണയായിട്ടുണ്ട്. ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മൻ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.